വേൾഡ് ആൻഡ് PSCയുടെ പുതിയ അപ്ഡേറ്റ്സ് ദിവസവും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായി അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, GK വേൾഡ് ആൻഡ് PSCയുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്നും പറയുന്നത് തന്നെ ആവർത്തിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. അപ്പം അൺഅക്കാഡമിയിലൂടെ നിങ്ങൾക്ക് GK വേൾഡ് ആൻഡ് PSCയുടെ സൗജന്യ PSC കോച്ചിങ് ക്ലാസ്സുകൾ ലഭ്യമാവുന്നതാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം ഇൻക്ലൂഡിംഗ് റെയിൽവേ, RPF എല്ലാ ഇതിനും കോമൺ ആയിട്ടുള്ള സിലബസ് ആണ് ഞാൻ അൺഅക്കാഡമിയിൽ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഫൈൽ. ഈ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് കോഴ്സിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. ഇത് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. PSC പഠിക്കുന്ന എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ സൗജന്യമായിട്ട് ക്ലാസ്സുകൾ ലഭ്യമാകുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയോളജി ബോട്ടണി സെക്ഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താങ്ങുവേരുകൾക്ക് പ്രസിദ്ധമായ സസ്യം, ആ പേരിൽ തന്നെയുണ്ട് താങ്ങുവേരുകൾ. വേരുകൾ എന്താണ്? താങ്ങുവേരുകൾക്ക് പ്രസിദ്ധമായ സസ്യമാണ് പേരാൽ. പേരാലാണ് താങ്ങുവേരുകൾക്ക് പ്രസിദ്ധമായ സസ്യം. ഹരിത വിപ്ലവം ആരംഭിച്ചത് എന്നാണ്? 1944 ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഇന്ത്യയിൽ ഹരിത വിപ്ലവകാലത്ത് കേന്ദ്ര കൃഷി മന്ത്രി ആരായിരുന്നു? C. സുബ്രഹ്മണ്യമായിരുന്നു ഇന്ത്യയിലെ ഹരിത വിപ്ലവകാലത്തെ കേന്ദ്ര കൃഷി മന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞുപോയി ഏത് PSC എക്സാമിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ ഓർമ്മ ശരി, എനിക്ക് LDC ആണെന്ന് തോന്നുന്നു. LDCക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? എവിടെയാണ്? കൊൽക്കത്തയിൽ. അടുത്ത ചോദ്യം. ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചണ വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? ഫ്ലാക്സ് ആണ് ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചണ വിഭാഗത്തിൽപ്പെട്ട സസ്യം. നമുക്ക് പഠിച്ചത് ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്താലോ? എപ്പോഴും പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം എത്ര ടൈം നിങ്ങൾ റിവൈൻഡ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരിക്കുന്നതാണ്. അപ്പം നമുക്കൊന്നുകൂടെ ആവർത്തിക്കാം. ഏതാണ് താങ്ങുവേരുകൾക്ക് പ്രസിദ്ധമായ സസ്യം? പേരാൽ. ഹരിത വിപ്ലവം ആരംഭിച്ചത് 1944. ഇന്ത്യയിലെ ഹരിത വിപ്ലവകാലത്തെ കൃഷി മന്ത്രി ആരാണ്? C. സുബ്രഹ്മണ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ബൊട്ടാനിക്കൽ ഗാർഡൻ സ്ഥാപിച്ചത് എവിടെയാണ്? കൊൽക്കത്തയിൽ. ലിനൻ നാരുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെടുന്ന ചണ വിഭാഗത്തിൽപ്പെട്ട സസ്യം ഏതാണ്? ഫ്ലാക്സ്. നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഖാരിഫ് വിളകൾ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? എന്താണ് ഖാരിഫ് വിളകൾക്കുള്ള ഉദാഹരണങ്ങളൊന്ന് പറഞ്ഞേ. നമുക്ക് നോക്കാം. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. അതോടൊപ്പം ചോളം, പരുത്തി, ജോവർ ഇവയെല്ലാം ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. നെല്ല്, ചോളം, പരുത്തി, ജോവർ ഇവയെല്ലാം ഖാരിഫ് വിളകൾക്ക് ഉദാഹരണങ്ങളാണ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷി ഏതാണ്? റാബി കൃഷിയുടെ ഒരു പ്രത്യേകതയാണ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷിയാണ് റാബി കൃഷി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥനെയാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഡോക്ടർ വർഗീസ് കുര്യൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ധവള വിപ്ലവത്തിന്റെ പിതാവ്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. സസ്യത്തിന്റെയും ജന്തുവിന്റെയും സ്വാഭാവികമുള്ള ജീവിയാണ് യുഗ്ലീന. അപ്പോൾ യുഗ്ലീന ഈ ജീവിയുടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്താണ്? സസ്യത്തിന്റെയും ഒപ്പം തന്നെ ജന്തുവിന്റെയും സ്വഭാവമുള്ള ജീവിയാണ് യുഗ്ലീന എന്ന് പറയുന്ന ജീവി. നമുക്ക് പഠിച്ചൊന്നുണ്ടെന്ന് റിവൈൻഡ് ചെയ്താലോ? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏതെല്ലാമാണ്? നെല്ല്, ചോളം, പരുത്തി, ജോവർ. മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷി ഏതാണ്? റാബി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനെയാണ്. സസ്യത്തിന്റെയും ജന്തുവിന്റെയും സ്വഭാവമുള്ള ജീവിയാണ് യുഗ്ലീന. അടുത്ത സെക്ഷനിലേക്ക് പോവാം. പ്രകാശ സംശ്ലേഷണത്തിന് എത്ര ഘട്ടമുണ്ട്?
ശരിക്കും പ്രകാശ സംശ്ലേഷത്തിന് 2 ഘട്ടമാണുള്ളത്. പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. അങ്ങനെ 2 എണ്ണമായിട്ടുള്ളത്. ഏതാണ് പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം. ഇവ രണ്ടുമാണ് പ്രകാശ സംശ്ലേഷത്തിന്റെ ഘട്ടം എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് നടക്കുന്നത് എവിടെയാണ്? മഞ്ഞ പ്രകാശത്തിൽ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഞ്ഞ പ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് നടക്കുന്നത്. എന്നാൽ പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏതിലാണ്? ചുവപ്പ് പ്രകാശത്തിൽ. ചുവപ്പ് പ്രകാശത്തിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് പ്രകാശ സംശ്ലേഷണ നിരക്ക് കൂടിയിരിക്കുന്നത്. വേനൽക്കാല വിള രീതിയാണ് സെയ്ത്. എന്താണ് സെയ്ത് എന്ന് പറയുന്നത്? വേനൽക്കാല വിള രീതിയാണ് സെയ്ത് എന്ന് പറയുന്നത്. സെയ്ത് കാലത്തെ മുഖ്യ കൃഷി ഏതെല്ലാമാണ്? സെയ്ത് കാലത്തെ മുഖ്യ കൃഷികൾ എന്ന് പറയുന്നത് പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമായിരിക്കും. അപ്പോൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമാണ് സെയ്ത് കാലത്തെ മുഖ്യ കൃഷി. ഓക്കെ, ഒന്നുകൂടെ റിവൈൻഡ് ചെയ്തേ. പ്രകാശ സംശ്ലേഷണത്തിന് എത്ര ഘട്ടമുണ്ട്? 2 ഘട്ടമുണ്ട്. ഏതെല്ലാമാണ്? പ്രകാശഘട്ടവും അതോടൊപ്പം ഇരുണ്ട ഘട്ടവും. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കുറവ് നടക്കുന്നത് എപ്പോഴാണ്? മഞ്ഞ പ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണ നിരക്ക് ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പ് പ്രകാശത്തിലാണ്. വേനൽക്കാല വിള രീതിയാണ് സെയ്ത്. സെയ്ത് കാലത്തെ മുഖ്യ കൃഷികൾ ഏതെല്ലാമാണ്? പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും. അപ്പോൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളുമാണ് സെയ്ത് കാലത്തെ മുഖ്യ കൃഷി രീതി. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മണ്ഡരി രോഗം ബാധിക്കുന്നത് എന്തിനെയാണ് മണ്ഡരി രോഗം ബാധിക്കുന്നത്? തെങ്ങിനെയാണ് മണ്ഡരി രോഗം ബാധിക്കുന്നത്. സ്വപോഷിയായ ബാക്ടീരിയയാണ് സൾഫർ ബാക്ടീരിയ. സൾഫർ ബാക്ടീരിയ ആണ് സ്വപോഷിയായ ബാക്ടീരിയ എന്ന് അറിയപ്പെടുന്നത്. പുഷ്ടാലങ്കാര കലയ്ക്ക് പേരുകേട്ട രാജ്യമാണ് ജപ്പാൻ. ജപ്പാന്റെ ഒരു പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പുഷ്ടാലങ്കാര കലയ്ക്ക് പേരുകേട്ട രാജ്യമാണ് ജപ്പാൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. കഫീൻ എന്താണ്? കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? എന്താണ് ഒരു പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് സസ്യങ്ങളിൽ നടക്കുന്നത്? അവർ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് സ്വീകരിച്ചിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, ഒന്നുകൂടെ ആവർത്തിക്കാം. മണ്ഡരി രോഗം ബാധിക്കുന്നത് എന്തിനെയാണ്? തെങ്ങിനെ. സ്വപോഷിയായ ബാക്ടീരിയയാണ് സൾഫർ ബാക്ടീരിയ. പുഷ്ടാലങ്കാര കലയ്ക്ക് പേരുകേട്ട രാജ്യമാണ് ജപ്പാൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ഉത്തേജക വസ്തുവാണ് കഫീൻ എന്ന് അറിയപ്പെടുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി സസ്യങ്ങൾ കാർബൺ ഡയോക്സൈഡ് ഉള്ളിലേക്ക് സ്വീകരിക്കും. അതിനുശേഷം അവർ പുറത്തേക്ക് തരുന്നത് എന്താണ്? ഓക്സിജൻ. അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാം. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചത് ആരാണ്? ജോസഫ് പ്രിസ്റ്റീലാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ചത്. ഈ ഓക്സിജന്റെ ഉറവിടം എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ജലത്തിൽ നിന്നാണ് ഈ ഓക്സിജന്റെ ഉറവിടം ലഭിക്കുന്നത്. ഇത് തെളിയിച്ചതാരാണ്? വാൻ നീൽ. എന്താണ്? വാൻ നീലാണ് ഈ ഓക്സിജന്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ചത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചത് മെൽവിൻ കാൽവിൻ ആണ്. എന്താണ് മെൽവിൻ കാൽവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് രൂപപ്പെടുത്തുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഓരോന്നുമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹമാണ് മെൽവിൻ കാൽവിൻ. ഓക്കെ, സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അന്നജമാക്കി ഇലകളിൽ സംഭരിക്കുന്നു. ഈ അന്നജം പിന്നീട് സൂക്രോസായി മാറുകയും മറ്റ് സസ്യഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. സസ്യങ്ങളിൽ ഗ്ലൂക്കോസ് ആണ് അന്നജമാക്കിയിട്ട് ഇലകളിൽ സംഭരിക്കുന്നത്. സസ്യങ്ങളിൽ ഗ്ലൂക്കോസിനെ അന്നജമാക്കി ഇലകളിൽ സംഭരിക്കുന്നു. ഈ അന്നജം പിന്നീട് അത് സൂക്രോസ് ആയിട്ട് മാറും. അപ്പോൾ ശ്രദ്ധിക്കുക, സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അന്നജമാക്കി ഇലകളിൽ സംഭരിച്ചു. പിന്നീട് ഈ അന്നജം എന്തായി മാറുന്നു? സൂക്രോസായി മാറുന്നു. മറ്റ് സസ്യഭാഗങ്ങളിൽ വിവിധ രൂപങ്ങളിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് സംഭവിക്കുന്നത്. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന എന്തിനെയാണ്? വാഴപ്പഴത്തെയാണ് പ്രകൃതിയുടെ ടോണിക് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നമുക്ക് പഠിച്ചതൊന്നുകൂടെ ഒന്ന് ആവർത്തിക്കാം.
പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നത് തെളിയിച്ചത് ജോസഫ് പ്രിസ്റ്റിലാണ്. ഈ ഓക്സിജന്റെ ഉറവിടം എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. ഇത് തെളിയിച്ചത് വാൻലി ആണ്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് ഗ്ലൂക്കോസ് രൂപപ്പെടുത്തുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചത് ഗാൽവിൻ ആണ്. സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അന്നജമാക്കി ഇലകളിൽ സംഭരിക്കുന്നു. ഈ അന്നജം പിന്നീട് എന്തായി മാറുന്നു? സൂക്രോസ് ആയിട്ട് മാറുന്നു. മറ്റ് സസ്യഭാഗങ്ങളിൽ വിവിധ രൂപത്തിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നതിനെയാണ് വാഴപ്പഴത്തെയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. Till then, bye bye and thank you.